ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു. ഇതാണ് എൻ്റെ വീട്. വീടിന് ചുറ്റും ഇഷ്ടംപോലെ റബ്ബർ മരങ്ങളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീടും നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടെ കുറച്ച് റബ്ബർ റിലേറ്റഡ് ഫാക്ടറി കൂടെ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെ വീട് റോഡിൽ നിന്ന് ഏകദേശം 20 അടി താഴ്ചയിലാണുള്ളത് കേട്ടോ. റബ്ബർ കൊണ്ട് പറുദീസ തീർത്ത ഒരു സ്ഥലം. ഞങ്ങൾക്കുള്ള റബ്ബറൊന്നുമല്ല, നാട്ടുകാർക്കുള്ള റബ്ബറാണ്. പിന്നെ ഈ റബ്ബറുണ്ടല്ലോ, ആമസോൺ വനത്തിലെ വെറും ഒരു സസ്യമായിരുന്നു. അതിൻ്റെ വാണിജ്യപരമായിട്ടുള്ള പ്രാധാന്യം കണ്ടെത്തിയത് ഇംഗ്ലീഷുകാരാണ്. അതിനുശേഷമാണ് ഈ റബ്ബർ വെളിനാട്ടിലേക്ക് വന്നത്. മിതോഷ്ണ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയുള്ളത്. റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ്. റബ്ബർ കൃഷിക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ താപനിലയും 150 മുതൽ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയും വേണം. അതുപോലെ ലാറ്ററൈറ്റ് മണ്ണാണ് ഏറ്റവും കൂടുതൽ റബ്ബറിന് അനുയോജ്യമായിട്ടുള്ള മണ്ണ്. റബ്ബറിൻ്റെ ശാസ്ത്രീയ നാമം ഹെവിയ ബ്രസീലിയൻസീസ് എന്നാണ്. കാരണം ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് സർ വില്യം ഹെൻറിയാണ്. വർഷം 1875 കേട്ടോ. റബ്ബർ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം തുടങ്ങിയത് 1902 മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെയാണ് വടക്കൻ ജില്ലകളിലേക്ക് വ്യാപിച്ചത്. റബ്ബർ ഒരു മധ്യരേഖ വിളയാണ്. അതുകൊണ്ടാണ് ബ്രസീൽ അല്ലെങ്കിൽ ഭൂമധ്യരേഖയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കാണപ്പെടുന്നത്. ഉഷ്ണമേഖല, ഉപോഷ്ണ മേഖലയിലും റബ്ബർ വളരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനവും കോട്ടയമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. അപ്പോൾ എങ്ങനെ, റബ്ബറിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? കൂടെ നിങ്ങൾ എൻ്റെ വീടും കണ്ടല്ലോ. അപ്പോൾ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്